അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ വന്നത് സൗദിയിലെ പ്രവാസികളുടെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഷെയർ ചെയ്തോളൂ എല്ലാവർക്കും. സൗദി അറേബ്യയിലേക്ക് ഇപ്പോൾ അടുത്ത കാലത്തേക്ക് വിളിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നൊരു കേസാണ്. ഞങ്ങൾ വീട്ടിൽ ഹൗസ് ഡ്രൈവറായി വന്നവരാണ്. ഹൗസ് ഡ്രൈവറായി വന്നതിന് ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ രീതിയിലുള്ള ശമ്പളമല്ല, ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് ചെടി നനക്കാൻ പറയുന്നു, റൂം തുടക്കാൻ പറയുന്നു, സമയത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് പറയാൻ പോകുന്നത്. ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകണം. എനിക്ക് പറയാനുള്ളത്, സൗദി അറേബ്യയിലേക്ക് ഇപ്പോൾ വിളിച്ച ആളുകൾ മുഖേന ആരാ വിസ കൊടുത്തതെന്ന് ചോദിച്ചാൽ പറയും സുഹൃത്താണ്, അല്ലെ നാട്ടുകാരനാണ്, അല്ലെങ്കിൽ കുടുംബക്കാരനാണ്. അവനെവിടെയെന്ന് ചോദിച്ചാൽ പറയും അവൻ നാട്ടിൽ റീയടിച്ചു പോയി, വന്നിട്ടില്ല, വരൂല. നിങ്ങളെ അവർ നാട്ടിലേക്ക് ആ സ്പോൺസർ എടുത്ത് നിന്ന് റീഎൻട്രി അടിച്ച് നാട്ടിൽ പോകണമെങ്കിൽ ഒരു ഡ്രൈവർ അവിടെ കൊണ്ടുവന്ന് ആക്കാൻ പറയും. ഒന്നെങ്കിൽ ആ സ്പോൺസർ വിസ കൊടുക്കും, അല്ലെങ്കിൽ ഒരാളെ സ്പോൺസർഷിപ്പ് കഫാല മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവരാൻ പറയും. അപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുക്കും. ആളെ സ്പോൺസർഷിപ്പ് മാറും, അല്ലെങ്കിൽ വിസക്ക് വരും. എന്നിട്ട് അവൻ നാട്ടിലേക്ക് റീഎൻട്രി അടിച്ച് പോകുമ്പോൾ വരില്ല, കാരണം അവർക്ക് അവിടെ നിന്ന് മുങ്ങണം, വേറെ വിസക്ക് തിരിച്ചു വരണം. അപ്പോൾ നിങ്ങളെ കൊണ്ടുപോയി കൊടുക്കുകയാണ് അവന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഹൗസ് ഡ്രൈവറായി വിസക്ക് വരുന്നുണ്ടോ, ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ വണ്ടി കഴുകാൻ വേണ്ടി വരും, ചിലപ്പോൾ ചെടി നനക്കേണ്ടി വരും, ചിലപ്പോൾ തുടക്കാനുണ്ടാവും, റൂമോ മറ്റോ തുടക്കാനൊക്കെ ഉണ്ടാവും. ഉറങ്ങാൻ ചിലപ്പോൾ സമയത്ത് കഴിഞ്ഞോളമില്ല, കയറില്ലാതെ കെട്ടിട്ട മാതിരിയാണ് വീട്ടിൽ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ. എല്ലാവരെയും പറയുന്നില്ല, ചില ആളുകൾക്കൊക്കെ നല്ലതുണ്ട്. അതുകൊണ്ട് ഹൗസ് ഡ്രൈവർ വിസയ്ക്ക് വരുന്ന ആളുകളുണ്ടെങ്കിൽ ഇതെല്ലാം സഹിക്കാൻ പറ്റുമെങ്കിൽ വന്നാൽ മതി, ഇല്ലേ വരണ്ട. ഇവിടെ വന്നതിന് ശേഷം 1 മാസം 2 മാസം കഴിയുമ്പോൾ പറയാണ് ആ പണി പറയുന്നു, ഈ പണി പറയുന്നു, എനിക്ക് മൂത്രത്തിൽ ധാരാറ്, കൂരവേദന, കഴുത്ത് വേദന എന്നൊക്കെ പറയും. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട. വരുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ വന്നാൽ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. നിങ്ങളെ കൊടുക്കുന്നതാണ് ഈ സുഹൃത്തായിട്ടും അയൽവാസിയായിട്ടും കുടുംബക്കാരനും അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവിടെ കൊണ്ടുപോയാക്കാണ്. എത്രയോ അനുഭവമായിട്ടുള്ള ആൾക്കാരിനെ കൊടുക്കുന്നുണ്ട്. മറക്കണ്ട. ഇതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം സൗദി അറേബ്യയ്ക്ക് ഹൗസ് ഡ്രൈവറായി വന്നാൽ മതി. ഓക്കെ, എന്ത് സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.